ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മളിന്ന് BSc നഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കേരളത്തിലെ BSc നഴ്സിങ്ങിന് പോകാൻ നിൽക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും തിരഞ്ഞെടുക്കുന്ന കോളേജ് എന്ന് പറയുന്നത് കുഹാസ് അഥവാ കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ്. അപ്പം കുഹാസിൻ്റെ അംഗീകാരമുള്ള കോളേജിലായിരിക്കണം നമ്മൾ ഉറപ്പായിട്ടും പഠിക്കേണ്ടത്, കേരളത്തിൽ പഠിക്കേണ്ടവരാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതിൻ്റെ ഒരു ലിസ്റ്റ് നമ്മുടെ കുഹാസിൻ്റെ സൈറ്റിൽ തന്നെ ഉണ്ട്. അപ്പോൾ അതാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. 100-ൽ പരം കോളേജുകളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ ചില കോളേജുകൾക്ക് അംഗീകാരം കിട്ടുന്നതനുസരിച്ച് ആഡ് ചെയ്യപ്പെടുന്നതായിരിക്കും പുതിയ കോളേജസ്. അപ്പം ഇതുവരെ അംഗീകാരം കിട്ടിയിരിക്കുന്ന കോളേജുകൾ 156 കോളേജുകളാണ്. അപ്പോൾ അതിൻ്റെ ലിസ്റ്റാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ബിക്കോസ് വീഡിയോയിൽ നമ്മൾ ഓരോ കോളേജിലും ഡീറ്റെയിൽഡ് ആയിട്ട് എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പം തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ടൂടെ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ മുകളിൽ കൊടുത്തിട്ടുണ്ട് ലിസ്റ്റ് ഓഫ് അഫിലിയേറ്റഡ് കോളേജസ് ഫോർ BSc നഴ്സിംഗ് ഫോർ ദ അഡ്മിഷൻ ഇയർ 2024. കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ് തൃശ്ശൂർ പബ്ലിഷ് ചെയ്ത 2024 അഫിലിയേഷൻ ലഭിച്ച BSc നഴ്സിംഗ് പഠിക്കാൻ പറ്റിയ കോളേജുകളുടെ ലിസ്റ്റാണ്. അപ്പോൾ ലിസ്റ്റിൽ ആദ്യം തന്നെ കൊടുത്തിരിക്കുന്നത് ജോസ്കോ കോളേജ് ഓഫ് നഴ്സിംഗ് പന്തളം, മാർസ്ലീവ കോളേജ് ഓഫ് നഴ്സിംഗ് പാല കോട്ടയം, മാർ ബെസീലിയസ് കോളേജ് ഓഫ് നഴ്സിംഗ് എറണാകുളം, ലൂർദ് കോളേജ് ഓഫ് നഴ്സിംഗ് തളിപ്പറമ്പ്, കൊയിലി കോളേജ് ഓഫ് നഴ്സിംഗ് കണ്ണൂർ, മാലിക് ദീനാർ കോളേജ് ഓഫ് നഴ്സിംഗ് കാസർഗോഡ്, കോപ്പറേറ്റീവ് കോളേജ് ഓഫ് നഴ്സിംഗ് ട്രിവാൻഡ്രം, ഹോളി ക്രോസ് കോളേജ് ഓഫ് നഴ്സിംഗ് അടൂർ പത്തനംതിട്ട, വെസ്റ്റ് ഫോർട്ട് കോളേജ് ഓഫ് നഴ്സിംഗ് തൃശ്ശൂർ, മാർ ഗ്രിഗേറിയസ് മെമ്മോറിയൽ മുത്തൂറ്റ് കോളേജ് ഓഫ് നഴ്സിംഗ് പത്തനംതിട്ട, ജൂബിലി മിഷൻ കോളേജ് ഓഫ് നഴ്സിംഗ് തൃശ്ശൂർ, സെൻറ്റ് ജോസഫ് കോളേജ് ഓഫ് നഴ്സിംഗ് അഞ്ചൽ, സാൻജോയ് കോളേജ് ഓഫ് നഴ്സിംഗ് എറണാകുളം, കിംസ് കോളേജ് ഓഫ് നഴ്സിംഗ് ട്രിവാൻഡ്രം, ഡോക്ടർ മൂപ്പൻസ് നഴ്സിംഗ് കോളേജ് മേപ്പാടി വയനാട്, TMM കോളേജ് ഓഫ് നഴ്സിംഗ് തിരുവല്ല. അപ്പോൾ ആ ഫസ്റ്റ് പേജിൽ 16 കോളേജസ് ആണുള്ളത്. ഇതിൽ അത്യാവശ്യം ബെസ്റ്റ് ആയിട്ടുള്ള കോളേജ് നമുക്ക് പറയാനുള്ളത് ജൂബിലി മിഷൻ കോളേജ് ഓഫ് നഴ്സിംഗ് തൃശ്ശൂർ, അപ്പം തന്നെ കിംസ് കോളേജ് ഓഫ് നഴ്സിംഗ് ട്രിവാൻഡ്രം. ഇതൊക്കെയാണ് കുറച്ച് ബെസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ലിസ്റ്റിലുള്ള കോളേജുകൾ. അടുത്തതായിട്ട് ഗവൺമെൻറ് കോളേജ് ഓഫ് നഴ്സിംഗ് കോട്ടയം, വിജയ കോളേജ് ഓഫ് നഴ്സിംഗ് കൊട്ടാരക്കര, മേഴ്സി കോളേജ് ഓഫ് നഴ്സിംഗ് കോട്ടയം, കെനോസ കോളേജ് ഓഫ് നഴ്സിംഗ് കണ്ണൂർ, പരബ്രഹ്മ കോളേജ് ഓഫ് നഴ്സിംഗ് ഓച്ചിറ കൊല്ലം, നിംസ് കോളേജ് ഓഫ് നഴ്സിംഗ് നെയ്യാറ്റിങ്കര, സരസ്വതി കോളേജ് ഓഫ് നഴ്സിംഗ് പാറശാല, PRS കോളേജ് ഓഫ് നഴ്സിംഗ് ട്രിവാൻഡ്രം, കോളേജ് ഓഫ് നഴ്സിംഗ് നിർമ്മല മെഡിക്കൽ സെൻറ്റർ മൂവാറ്റുപുഴ, ക്രസൻ കോളേജ് ഓഫ് നഴ്സിംഗ് കണ്ണൂർ, ഗവൺമെൻറ് കോളേജ് ഓഫ് നഴ്സിംഗ് തൃശ്ശൂർ, മലങ്കര ഓർത്തഡോക്സ് സിറിയൻ ചർച്ച് കോളേജ് ഓഫ് നഴ്സിംഗ് കോലഞ്ചേരി, അശ്വിനി കോളേജ് ഓഫ് നഴ്സിംഗ് തൃശ്ശൂർ, PVS കോളേജ് ഓഫ് നഴ്സിംഗ് കോഴിക്കോട്, റെഡ് ക്രസൻ കോളേജ് ഓഫ് നഴ്സിംഗ് കോഴിക്കോട്, ഇന്ദിരാഗാന്ധി കോളേജ് ഓഫ് നഴ്സിംഗ് കൊച്ചി, SH കോളേജ് ഓഫ് നഴ്സിംഗ് ചേർത്തല, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് എഡ്യൂക്കേഷൻ സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ പത്തനംതിട്ട. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ഗവൺമെൻറ് കോളേജുകളുണ്ട്. അപ്പം ഇതിനകത്ത് കോട്ടയവും ഒപ്പം തന്നെ ഗവൺമെൻറ് കോളേജായിട്ടുള്ളത് തൃശ്ശൂരുമാണ്. കോട്ടയം തൃശ്ശൂരൂടെ നോക്കാനാണെങ്കിൽ കോട്ടയമാണ് ബെസ്റ്റായിട്ടുള്ള ഗവൺമെൻറ് നഴ്സിംഗ് കോളേജ്, പിന്നാണ് തൃശ്ശൂർ വരുന്നത്. പിന്നെ ഇതിൽ ബെസ്റ്റ് എന്ന് പറയുന്നത് ഇതിനകത്ത് CPASൻ്റെ ഒരു കോളേജ് വന്നിട്ടുണ്ട് 34ാമത്തെ. അപ്പോൾ അത് കേരള ഗവൺമെൻറ് അണ്ടർടേക്കിങ്ങിൽ വരുന്ന കോളേജാണ്. സോ പ്രാക്ടിക്കൽസൊക്കെ ഗവൺമെൻറ് ഹോസ്പിറ്റൽസിലായിരിക്കും കിട്ടുന്നത്. സോ അത് ചൂസ് ചെയ്യാൻ നല്ലൊരു ഓപ്ഷനാണ്. അടുത്തതായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് സയൻസ് ആൻഡ് റിസർച്ച് മലബാർ ക്യാൻസർ സെൻറ്റർ തലശ്ശേരി. കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഗവൺമെൻറ് കോളേജ് ആണോ എന്നുള്ളത്. അത് ഗവൺമെൻറ് കോളേജ് അല്ല, സെമി ഗവൺമെൻറ് പോലെ കേരള ഗവൺമെൻറ് അണ്ടർടേക്കിങ്ങിൽ വരുന്ന മലബാർ ക്യാൻസർ സെൻറ്ററിലെ ഒരു കോളേജാണ്. അടുത്തായിട്ട് ഗവൺമെൻറ് കോളേജ് ഓഫ് നഴ്സിംഗ് കോഴിക്കോട്, പിംസ് കോളേജ് ഓഫ് നഴ്സിംഗ് പാലക്കാട്, അൽമാസ് കോളേജ് ഓഫ് നഴ്സിംഗ് മലപ്പുറം, ലിറ്റിൽ ഫ്ലവർ കോളേജ് ഓഫ് നഴ്സിംഗ് ട്രിവാൻഡ്രം, KMCT കോളേജ് ഓഫ് നഴ്സിംഗ് കോഴിക്കോട്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് എഡ്യൂക്കേഷൻ ഗാന്ധിനഗർ കോട്ടയം, SP ഫോർട്ട് കോളേജ് ഓഫ് നഴ്സിംഗ് ട്രിവാൻഡ്രം, വിനായക കോളേജ് ഓഫ് നഴ്സിംഗ് വയനാട്, രുക്മിണി കോളേജ് ഓഫ് നഴ്സിംഗ് ട്രിവാൻഡ്രം, ശിവഗിരി ശ്രീനാരായണ മെഡിക്കൽ മിഷൻ കോളേജ് ഓഫ് നഴ്സിംഗ് വർക്കല, ശ്രീ ഗോകുലം നഴ്സിംഗ് കോളേജ് വെഞ്ഞാറമൂട്, അൽഷിഫ കോളേജ് ഓഫ് നഴ്സിംഗ് പെരിന്തൽമണ്ണ, കാർമൽ കോളേജ് ഓഫ് നഴ്സിംഗ് ആലുവ, സെൻറ്റ് ഗ്രിഗോറിയസ് കോളേജ് ഓഫ് നഴ്സിംഗ് പത്തനംതിട്ട, സ്നേഹോദയ കോളേജ് ഓഫ് നഴ്സിംഗ് ഇരിഞ്ഞാലിക്കുട, കോളേജ് ഓഫ് നഴ്സിംഗ് അനന്തപുരി ഹോസ്പിറ്റൽസ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ട്രിവാൻഡ്രം, ഹോളി ക്രോസ് കോളേജ് ഓഫ് നഴ്സിംഗ് കൊല്ലം. അപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ നമുക്കറിയാം ഗവൺമെൻറ് കോളേജായിട്ട് വരുന്നത് ഗവൺമെൻറ് കോളേജ് ഓഫ് നഴ്സിംഗ് കോഴിക്കോടാണ്. കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ കോളേജാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ്. സോ അവിടുത്തെ നഴ്സിംഗ് കോളേജും അത്രയും നല്ലതായിരിക്കും.
സോ ഇതിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ഗവൺമെൻറ് കോളേജ് ഓഫ് നഴ്സിംഗ് കോഴിക്കോട് തന്നെയാണ്. പിന്നെ നമ്മൾ പ്രൈവറ്റ് കോളേജിലോട്ട് വരുന്ന സമയത്ത് 41ാമത് ഗാന്ധിനഗർ CPASൻ്റെ അണ്ടറിലുള്ള ഒരു കോളേജ് വരുന്നുണ്ട്. ഇതൊരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. അടുത്തതായിട്ട് 51ാമത് വന്നിരിക്കുന്ന അനന്തപുരി കോളേജ് ഓഫ് നഴ്സിംഗ്, ഇത് നല്ല ബെസ്റ്റ് കോളേജാണ്. അടുത്ത 46ാമത് വന്നിരിക്കുന്ന ശ്രീ ഗോകുലം കോളേജ് ബെസ്റ്റായിട്ടുള്ളൊരു കോളേജാണ്. പിന്നെ പറയാനാണെങ്കിൽ നല്ല കോളേജുകൾ SP ഫോർട്ട് കുഴപ്പമില്ല, അത്യാവശ്യം നല്ല കോളേജാണ്. ഹോളി ക്രോസ് കൊല്ലത്തുള്ളത്, അതും നല്ല കോളേജുകളാണ്. ഇതാണ് ഇതിനകത്ത് ബെസ്റ്റായിട്ടുള്ളൊരു കോളേജുകൾ. അപ്പോൾ അടുത്തതായിട്ട് ശ്രീ സുധീന്ദ്ര കോളേജ് ഓഫ് നഴ്സിംഗ് എറണാകുളം, ഹോളി ഫാമിലി കോളേജ് ഓഫ് നഴ്സിംഗ് ഇടുക്കി, സെവൻത് ഡേ അഡ്വൻറ്റിസ്റ്റ് കോളേജ് ഓഫ് നഴ്സിംഗ് പാലക്കാട്, JDT ഇസ്ലാം കോളേജ് ഓഫ് നഴ്സിംഗ് കോഴിക്കോട്, മൗണ്ട് സിയോൺ നഴ്സിംഗ് കോളേജ് പത്തനംതിട്ട, കോളേജ് ഓഫ് നഴ്സിംഗ് ഗുരു എഡ്യൂക്കേഷൻ ട്രസ്റ്റ് കോട്ടയം, എലൈറ്റ് കോളേജ് ഓഫ് നഴ്സിംഗ് തൃശ്ശൂർ, ലിറ്റിൽ ഉറുദു കോളേജ് ഓഫ് നഴ്സിംഗ് കോട്ടയം, ഗവൺമെൻറ് കോളേജ് ഓഫ് നഴ്സിംഗ് കൊല്ലം, ഗവൺമെൻറ് കോളേജ് ഓഫ് നഴ്സിംഗ് മഞ്ചേരി, ശ്രീനാരായണ കോളേജ് ഓഫ് നഴ്സിംഗ് എറണാകുളം, അഹല്യ കോളേജ് ഓഫ് നഴ്സിംഗ് പാലക്കാട്, അസംഷൻ കോളേജ് ഓഫ് നഴ്സിംഗ് വയനാട്, ലൂർദ് കോളേജ് ഓഫ് നഴ്സിംഗ് തൃക്കാക്കര, മെഡിക്കൽ ട്രസ്റ്റ് കോളേജ് ഓഫ് നഴ്സിംഗ് എറണാകുളം, മദർ കോളേജ് ഓഫ് നഴ്സിംഗ് തൃശ്ശൂർ, പോയാനിൽ കോളേജ് ഓഫ് നഴ്സിംഗ് കോഴഞ്ചേരി. അപ്പം നമ്മുടെ ഈ ഒരു ലിസ്റ്റ് നോക്കാനാണെങ്കിൽ ഇതിൽ ഏകദേശം 2 ഗവൺമെൻറ് കോളേജാണ് പറഞ്ഞിട്ടുള്ളത്, കൊല്ലവും മഞ്ചേരിയും. കൊല്ലവും മഞ്ചേരിയും കൂടെ നോക്കാനാണെങ്കിൽ കൊല്ലമായിരിക്കും കൂടുതൽ ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഗവൺമെൻറ് നഴ്സിംഗ് കോളേജ് ആണെങ്കിലും ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആണെങ്കിലും എല്ലാം അത് കഴിഞ്ഞിട്ട് പരിഗണിക്കാൻ പറ്റുന്നതാണ് മഞ്ചേരി. പിന്നെ പ്രൈവറ്റ് കോളേജിലോട്ട് വരുമ്പോഴത്തേക്ക് ഇതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ആയിട്ടുള്ളൊരു കോളേജാണ് മെഡിക്കൽ ട്രസ്റ്റ് കോളേജ് ഓഫ് നഴ്സിംഗ് എറണാകുളം. അത്യാവശ്യം എല്ലാ ഫെസിലിറ്റീസും ഉള്ള നല്ലൊരു ഹോസ്പിറ്റലാണ്. സോ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ബെസ്റ്റായിട്ട് ചൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കോളേജാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അടുത്തതായിട്ട് ലേയമ്മ മെമ്മോറിയൽ കോളേജ് ഓഫ് നഴ്സിംഗ് കോട്ടയം, മേഴ്സി കോളേജ് ഓഫ് നഴ്സിംഗ് കൊട്ടാരക്കര, ലിസീസ് കോളേജ് ഓഫ് നഴ്സിംഗ് എറണാകുളം, തിരുഹൃദയ കോളേജ് ഓഫ് നഴ്സിംഗ് കോട്ടയം, അല്ലസർ കോളേജ് ഓഫ് നഴ്സിംഗ് തൊടുപുഴ, MES കോളേജ് ഓഫ് നഴ്സിംഗ് പെരിന്തൽമണ്ണ, അസീസിയ കോളേജ് ഓഫ് നഴ്സിംഗ് കൊല്ലം, ബേബി മെമ്മോറിയൽ കോളേജ് ഓഫ് നഴ്സിംഗ് കോഴിക്കോട്, ചിത്ര കോളേജ് ഓഫ് നഴ്സിംഗ് പന്തളം, CSI കോളേജ് ഓഫ് നഴ്സിംഗ് കാരക്കോണം, ബിഷപ്പ് ബെൻസിയർ കോളേജ് ഓഫ് നഴ്സിംഗ് കൊല്ലം, കോളേജ് ഓഫ് നഴ്സിംഗ് EMS മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ മലപ്പുറം, കോളേജ് ഓഫ് നഴ്സിംഗ് മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, ക്രസൻറ്റ് കോളേജ് ഓഫ് നഴ്സിംഗ് പാലക്കാട്, AKG മെമ്മോറിയൽ കോപ്പറേറ്റീവ് കോളേജ് ഓഫ് നഴ്സിംഗ് കണ്ണൂർ, PK ദാസ് കോളേജ് ഓഫ് നഴ്സിംഗ് ഒറ്റപ്പാലം, സിമെറ്റ് കോളേജ് ഓഫ് നഴ്സിംഗ് മുട്ടത്തറ ട്രിവാൻഡ്രം, കരുണ കോളേജ് ഓഫ് നഴ്സിംഗ് ചിറ്റൂർ പാലക്കാട്, ലിസി കോളേജ് ഓഫ് നഴ്സിംഗ് കൊച്ചി, അസീസി കോളേജ് ഓഫ് നഴ്സിംഗ് എരുമേലി കോട്ടയം. അപ്പോൾ ഈ ഒരു ലിസ്റ്റ് എടുക്കാനാണെങ്കിൽ ഇതിൽ അത്യാവശ്യം കുറേ നല്ല കോളേജുകളുണ്ട്. ആദ്യം തന്നെ നമുക്ക് മുകളിൽ നിന്ന് പറഞ്ഞു വരാം. അപ്പം നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം അസീസിയ കോളേജ് ഓഫ് നഴ്സിംഗ് കൊല്ലം ജില്ലയിലുള്ള കോളേജാണ്. അപ്പം ഞാൻ കൊല്ലത്തുള്ളതാണ്. അപ്പം അസീസിയ നല്ല ഒരു ഹോസ്പിറ്റലാണ്. സോ അവിടുത്തെ നഴ്സിംഗ് കോളേജിലും അത്യാവശ്യം വേണ്ടുന്ന എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. എൻ്റെ ഒരു കൂട്ടുകാർ പഠിക്കുന്നുണ്ട്, ക്ലാസ്സൊക്കെ ഓക്കെയാണ്, സീനൊന്നുമില്ല, നല്ലതാണെന്നാണ് പറഞ്ഞത്. അപ്പം അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ചെറിയ തരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് ഒക്കെ കാണും. അത് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ആണെങ്കിൽ പ്രൈവറ്റ് കോളേജുകളിലെല്ലാം അത്യാവശ്യം കുറച്ച് സ്ട്രിക്റ്റൊക്കെ കാണും. അതൊക്കെ അറിഞ്ഞിട്ട് പോകുന്നതാണ് നമുക്ക് കുറച്ച് നല്ലത്. ചിലയിടത്തൊക്കെ ഫോണിൻ്റെ റെസ്ട്രിക്ഷൻസ് ഒക്കെ കാണാം. കുറച്ച് നേരത്തേക്ക് ഫോൺ മേടിച്ച് വെക്കുന്ന കോളേജുകളൊക്കെ കാണാം. അപ്പോൾ അതൊക്കെ അവിടെ പഠിക്കുന്നവരോട് തന്നെ ചോദിച്ചറിയുക. അടുത്തതായിട്ട് 77ാമത് കിടക്കുന്ന ബേബി മെമ്മോറിയൽ കോളേജ് ഓഫ് നഴ്സിംഗ്, വൺ ഓഫ് ദ ബെസ്റ്റ് നഴ്സിംഗ് കോളേജാണ്. അടുത്തതായിട്ട് താഴോട്ട് വരുമ്പം CSI കോളേജ് ഓഫ് നഴ്സിംഗ് കാരക്കോണം. ഈ അടുത്ത് ഒരു 1 വീക്ക് മുന്നേ ഞാനാണെങ്കിൽ SNA അഥവാ സ്റ്റുഡൻറ്റ് നഴ്സസ് അസോസിയേഷൻ്റെ സോണൽ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു, സൗത്ത് സോണിൻ്റെ. അപ്പം ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പം CSI കോളേജ് എന്ന് പറയുന്നത് ഇവിടെ മെഡിക്കൽ കോളേജും കൂടെ ആണ്. സോ അത്യാവശ്യം വലിയ ക്യാമ്പസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത്യാവശ്യം പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്, നല്ലതായിരുന്നു. അടുത്തതായിട്ട് ബിഷപ്പ് ബെൻസിയർ, അതും കൊല്ലത്തുള്ള അത്യാവശ്യം നല്ലൊരു ഹോസ്പിറ്റലും ആണ്. അടുത്തതായിട്ട് സിമെറ്റ് കോളേജ് ഓഫ് നഴ്സിംഗ് മുട്ടത്തറ ട്രിവാൻഡ്രം. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കോളേജാണ്. ഞാനിപ്പോൾ 2nd സെമ്മാണ്. നല്ല കോളേജാണ്. പ്രാക്ടിക്കൽസ് ഒക്കെ ആണെങ്കിലും അത്ര അടിപൊളിയായിട്ടാണ് കിട്ടുന്നത്. തിയറി ക്ലാസ്സസും എല്ലാം നൈസാണ്. അപ്പം എല്ലാവരും അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വരിക. അടുത്തതായിട്ട് ലിസി കോളേജ് ഓഫ് നഴ്സിംഗ് കൊച്ചി, അതും വൺ ഓഫ് ദ ബെസ്റ്റ് നഴ്സിംഗ് കോളേജാണ്. അപ്പോൾ ഇതിൽ ഏകദേശം എനിക്കറിയാവുന്നത് ബെസ്റ്റ് എന്ന് പറയാനായിട്ടുള്ളത് ഇതൊക്കെയാണ്. അപ്പോൾ ഇതിനകത്തെന്ന് പറയുമ്പം അത്യാവശ്യം ഞാൻ കൊല്ലത്തുള്ളതാണ്. അപ്പം എനിക്കാണെങ്കിൽ വടക്ക് സൈഡിലോട്ടുള്ള എന്ന് പറയുമ്പോഴത്തേക്ക് കോഴിക്കോട് മലപ്പുറം സൈഡിലുള്ള കോളേജുകളെ പറ്റിയിട്ടൊന്നും വലിയ ഐഡിയാസ് ഇല്ല. സോ ഞാൻ കൂടുതലായിട്ട് അവിടെയുള്ള ബെസ്റ്റ് കോളേജുകളെ എടുത്ത് പറയാത്തത് അതുകൊണ്ടാണ്. എനിക്ക് സീരിയസ്ലി അറിയാവുന്ന ചിലത് മാത്രമാണ് ഞാൻ പറയുന്നത്. അപ്പം നിങ്ങൾക്ക് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ ഇതിൽ നല്ലത് അറിയാമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റുള്ളവർക്ക് കൂടെ അത് യൂസ്ഫുൾ ആവും.
അടുത്തതായിട്ട് നാഷണൽ ഹോസ്പിറ്റൽ കോളേജ് ഓഫ് നഴ്സിംഗ് കോഴിക്കോട്, നിർമ്മല കോളേജ് ഓഫ് നഴ്സിംഗ് കോഴിക്കോട്, അർച്ചന കോളേജ് ഓഫ് നഴ്സിംഗ് പന്തളം, കാരിത്താസ് കോളേജ് ഓഫ് നഴ്സിംഗ് കോട്ടയം, സിമെറ്റ് കോളേജ് ഓഫ് നഴ്സിംഗ് പള്ളുരുത്തി കൊച്ചി, സിമെറ്റ് കോളേജ് ഓഫ് നഴ്സിംഗ് കാസർഗോഡ്, ഗവൺമെൻറ് നഴ്സിംഗ് കോളേജ് കണ്ണൂർ, സെൻറ് തോമസ് കോളേജ് ഓഫ് നഴ്സിംഗ് കറ്റാനം, സെൻറ് ജെയിംസ് കോളേജ് ഓഫ് നഴ്സിംഗ് ചാലക്കുടി, ഗവൺമെൻറ് കോളേജ് ഓഫ് നഴ്സിംഗ് ആലപ്പുഴ, സെൻറ് ജോസഫ് കോളേജ് ഓഫ് നഴ്സിംഗ് കോതമംഗലം, ഗവൺമെൻറ് കോളേജ് ഓഫ് നഴ്സിംഗ് ട്രിവാൻഡ്രം, തിയോഫിലസ് കോളേജ് ഓഫ് നഴ്സിംഗ് കോട്ടയം, ട്രാവൻകൂർ കോളേജ് ഓഫ് നഴ്സിംഗ് കൊല്ലം, കോളേജ് ഓഫ് നഴ്സിംഗ് കണ്ണൂർ മെഡിക്കൽ കോളേജ് കണ്ണൂർ, ഉപാസന കോളേജ് ഓഫ് നഴ്സിംഗ് കൊല്ലം, വെള്ളാപ്പള്ളി നടേശൻ കോളേജ് ഓഫ് നഴ്സിംഗ് കൊല്ലം, ഗവൺമെൻറ് കോളേജ് ഓഫ് നഴ്സിംഗ് എറണാകുളം, വെൽകെയർ കോളേജ് ഓഫ് നഴ്സിംഗ് മുളന്തുരുത്തി, ശാന്തി കോളേജ് ഓഫ് നഴ്സിംഗ് കോഴിക്കോട്. അപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ ഒരുപാട് ഗവൺമെൻറ് കോളേജ് ഉണ്ട്, ഗവൺമെൻറ് അണ്ടർടേക്കിംഗ് കോളേജ് ഉണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കിയാൽ അറിയാം, ഇതിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ഗവൺമെൻറ് കോളേജ് ഓഫ് നഴ്സിംഗ് ട്രിവാൻഡ്രം ആണ്. ബിക്കോസ് അത്രയും നല്ലൊരു പ്രാക്ടിക്കൽ എക്സ്പോഷർ ആയിരിക്കും കിട്ടുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് മെഡിക്കൽ കോളേജാണ്, അത്രയധികം പേഷ്യൻസ് വരുന്ന ഹോസ്പിറ്റലാണ്. സോ അത്രയധികം നമുക്ക് എക്സ്പോഷർ കിട്ടും. അപ്പം ഇതിൽ ബെസ്റ്റ് എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ഗവൺമെൻറ് കോളേജ് ഓഫ് നഴ്സിംഗ് ട്രിവാൻഡ്രം ആണ്. അടുത്തതായിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് താഴോട്ട് നോക്കിയറിയാം ഗവൺമെൻറ് കോളേജ് ഓഫ് നഴ്സിംഗ് എറണാകുളം ഉണ്ട്. സോ അതും ഉറപ്പായിട്ടും ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു ഓപ്ഷനാണ്. എറണാകുളം പോലെ തന്നെ അത്രയും ബെസ്റ്റായിട്ട് നിൽക്കുന്നതാണ് ഗവൺമെൻറ് കോളേജ് ഓഫ് നഴ്സിംഗ് ആലപ്പുഴ. അടുത്തതായിട്ട് ഗവൺമെൻറ് നഴ്സിംഗ് കോളേജ് കണ്ണൂർ. അപ്പം ഇതായിരിക്കും അതിൻ്റെ ഒരു നല്ലത്. ട്രിവാൻഡ്രം കഴിഞ്ഞിട്ട് അടുത്തായിട്ട് ആലപ്പുഴ, പിന്നെ എറണാകുളം, പിന്നെ കണ്ണൂർ. ഇതായിരിക്കും ഞാൻ പ്രിഫർ ചെയ്യുന്നൊരു ഓർഡർ. പിന്നെ നമുക്ക് വരുമ്പോഴത്തേക്ക് സിമെറ്റിൻ്റെ കോളേജുകളുണ്ട്. സിമെറ്റ് കോളേജസിൽ പള്ളുരുത്തിയിലുള്ള, എറണാകുളം ജില്ലയിലെ പള്ളുരുത്തിയിലുള്ള സിമെറ്റ് കോളേജ് പണ്ട് മുതലുള്ള കോളേജാണ്. അത് ഇതുപോലെ തന്നെ പ്രാക്ടിക്കൽസ് എല്ലാം ഗവൺമെൻറ്റിലായിരിക്കും. പിന്നെ കഴിഞ്ഞ തവണ പുതിയതായിട്ട് വന്നതാണ് സിമെറ്റ് കോളേജ് ഓഫ് നഴ്സിംഗ് കാസർഗോഡ്. അപ്പം ഇതെല്ലാം നല്ല കോളേജസ് ആണ്. പിന്നെ പ്രൈവറ്റ് കോളേജിലോട്ട് വരുമ്പോഴത്തേക്ക് കാരിത്താസ് കോളേജ് ഓഫ് നഴ്സിംഗ് കോട്ടയം, അത് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു നല്ല കോളേജാണ്. അടുത്തതായിട്ട് നമ്മൾ താഴോട്ട് വരുമ്പോഴത്തേക്ക് ഈ ഒരു കോളേജ് ഓഫ് നഴ്സിംഗ് കണ്ണൂർ മെഡിക്കൽ കോളേജ് കണ്ണൂർ, അത് കണ്ടിട്ട് ആരും അറിയാതൊന്നും തെറ്റി വെക്കല്ലേ. ഗവൺമെൻറ് കോളേജാണെന്ന് വിചാരിച്ചിട്ട് എടുത്ത് വെക്കരുത്. അത് ഗവൺമെൻറ് കോളേജ് അല്ല, അതൊരു പ്രൈവറ്റ് കോളേജാണ്. കാണുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കാൻ ചാൻസ് ഉണ്ട്. സോ ആരും ഇത് ശ്രദ്ധിക്കാതെ പോകരുത്. പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്ന് കണ്ടാൽ മാത്രമേ ഉള്ളൂ. ഗവൺമെൻറ് കോളേജ് ഓഫ് നഴ്സിംഗ് പരിയാരം, അതാണ് ഗവൺമെൻറ്റിലുള്ള കണ്ണൂർ ജില്ലയിലെ ഗവൺമെൻറ് നഴ്സിംഗ് കോളേജ്. ഇത് ഗവൺമെൻറ് നഴ്സിംഗ് കോളേജ് അല്ല, പ്രൈവറ്റ് ആണ്. ആരും അബദ്ധം പറ്റി വെക്കരുത് കേട്ടോ. അടുത്തതായിട്ട് ഈ ഒരു ലിസ്റ്റിൽ ട്രാവൻകൂർ കോളേജ് ഓഫ് നഴ്സിംഗ് കൊല്ലം. ഞാൻ പറഞ്ഞില്ല എൻ്റെ വീട് കൊല്ലത്താണ്. അപ്പം കൊല്ലത്ത് വൺ ഓഫ് ദ ബെസ്റ്റ് കോളേജാണ് ട്രാവൻകൂർ കോളേജ് ഓഫ് നഴ്സിംഗ്. എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ പഠിക്കുന്നുണ്ട്, ഓക്കെയാണ്, നല്ല ക്ലാസ്സും പ്രാക്ടിക്കൽസൊക്കെ ആണെന്നാണ് പറഞ്ഞത്. അപ്പം ഇതിൽ അത്യാവശ്യം ബെസ്റ്റായിട്ടുള്ള കോളേജുകളാണ് നമ്മൾ പറഞ്ഞത്. അടുത്തതായിട്ട് ശാന്തി കോളേജ് ഓഫ് നഴ്സിംഗ് കോഴിക്കോട്, KVM കോളേജ് ഓഫ് നഴ്സിംഗ് ചേർത്തല, സാൻജോ കോളേജ് ഓഫ് നഴ്സിംഗ് പാലക്കാട്, മരിയ തെരേസ കോളേജ് ഓഫ് നഴ്സിംഗ് തൃശ്ശൂർ, ലക്ഷ്മി മേഘൻ കോളേജ് ഓഫ് നഴ്സിംഗ് കാഞ്ഞങ്ങാട്, തളിപ്പറമ്പ് കോപ്പറേറ്റീവ് കോളേജ് ഓഫ് നഴ്സിംഗ് കണ്ണൂർ, സമരിതൻ കോളേജ് ഓഫ് നഴ്സിംഗ് എറണാകുളം, സിമെറ്റ് കോളേജ് ഓഫ് നഴ്സിംഗ് മലമ്പുഴ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് എഡ്യൂക്കേഷൻ കൊട്ടാരക്കര, സിമെറ്റ് കോളേജ് ഓഫ് നഴ്സിംഗ് കോന്നി, സിമെറ്റ് കോളേജ് ഓഫ് നഴ്സിംഗ് നൂറനാട്, സിമെറ്റ് കോളേജ് ഓഫ് നഴ്സിംഗ് മലപ്പുറം, സിമെറ്റ് കോളേജ് ഓഫ് നഴ്സിംഗ് ധർമ്മടം, കേപ്പ് കോളേജ് ഓഫ് നഴ്സിംഗ് ആലപ്പുഴ, ഗവൺമെൻറ് കോളേജ് ഓഫ് നഴ്സിംഗ് പത്തനംതിട്ട, സിപാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് എഡ്യൂക്കേഷൻ സീതന്തോട് പത്തനംതിട്ട, ഗവൺമെൻറ് കോളേജ് ഓഫ് നഴ്സിംഗ് പാലക്കാട്, സിപാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് എഡ്യൂക്കേഷൻ കാഞ്ഞിരപ്പള്ളി, സിമെറ്റ് കോളേജ് ഓഫ് നഴ്സിംഗ് തളിപ്പറമ്പ്, ഗവൺമെൻറ് കോളേജ് ഓഫ് നഴ്സിംഗ് വയനാട്. അപ്പോൾ ഈ ഒരു ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് പ്രധാനമായിട്ടും 3 ഗവൺമെൻറ് കോളേജുകളാണ് വരുന്നത്: പാലക്കാട്, പത്തനംതിട്ട, വയനാട്. അപ്പോൾ ഇത് 3ഉം കഴിഞ്ഞ വർഷം പുതിയതായിട്ട് വന്ന ഗവൺമെൻറ് നഴ്സിംഗ് കോളേജസ് ആണ്. സോ അവിടുത്തെ ക്ലാസ്സും കാര്യങ്ങളൊന്നും സീരിയസ്ലി എനിക്ക് അറിയില്ല എങ്ങനെ ഉണ്ടെന്നുള്ള കാര്യങ്ങളൊന്നും. സോ അവിടെ പഠിക്കുന്നവരോട് തന്നെ തിരക്കിയിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഇതിൽ ഏറ്റവും നല്ലൊരു മെഡിക്കൽ കോളേജ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത് പാലക്കാടായിരിക്കും. പാലക്കാട് കഴിഞ്ഞ് അടുത്ത പൊസിഷൻ വയനാട്, അത് കഴിഞ്ഞിട്ടായിരിക്കും ഈ പറയുന്ന കോന്നിക്ക് പ്രാധാന്യം കൊടുക്കുന്നത്. സോ അതനുസരിച്ച് ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അടുത്തതായിട്ട് സിമെറ്റിൻ്റെ കോളേജസിൽ വരുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് മലമ്പുഴ, കോന്നി, നൂറനാട്, ധർമ്മടം, മലപ്പുറം, തളിപ്പറമ്പൊക്കെയാണ്. അപ്പം ഇതൊക്കെ അവിടെ പഠിക്കുന്നവരോട് തിരക്കിയിട്ട് പോവുക, ഇതാണ് ബെസ്റ്റ് എന്നുള്ളതൊക്കെ ചോദിച്ചിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഇവിടെ എല്ലായിടത്തും സിമെറ്റ് കോളേജസ് ആയതുകൊണ്ട് പ്രാക്ടിക്കൽസ് എല്ലാം ഗവൺമെൻറ് ഹോസ്പിറ്റലിലായിരിക്കും കിട്ടുന്നത്. സോ നല്ലൊരു പ്രാക്ടിക്കൽ എക്സ്പോഷർ എന്തായാലും കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ ഇതിൽ വരുന്നത് സിപാസിൻ്റെ കോളേജുകളാണ്. സിപാസിൻ്റെ കോളേജസും സിമെറ്റ് പോലെ തന്നെ കേരള ഗവൺമെൻറ് അണ്ടർടേക്കിംഗ് ആണ്. സോ പ്രാക്ടിക്കൽസ് ഗവൺമെൻറ്റിലായിരിക്കും കിട്ടുന്നത്, ഗവൺമെൻറ് ഹോസ്പിറ്റൽസിലായിരിക്കും കിട്ടുന്നത്.
പിന്നെ ഇതിലൊരു കേപ്പ് കോളേജ് ഓഫ് നഴ്സിംഗ് ആലപ്പുഴ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ അതും കേരള ഗവൺമെൻറ് അണ്ടർടേക്കിംഗ് ആയിട്ടുള്ള 2023 സ്റ്റാർട്ട് ചെയ്ത കോളേജാണ്. സോ എല്ലാവരും ഇതൊന്ന് നോക്കുക. അടുത്തതായിട്ട് സിമെറ്റ് കോളേജ് ഓഫ് നഴ്സിംഗ് നെയ്യാറ്റിൻകര, സിമെറ്റ് കോളേജ് ഓഫ് നഴ്സിംഗ് വർക്കല, ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ കോളേജ് ഓഫ് നഴ്സിംഗ് പെരുമ്പാവൂർ, ഗവൺമെൻറ് കോളേജ് ഓഫ് നഴ്സിംഗ് ട്രിവാൻഡ്രം, ലിറ്റിൽ ഫ്ലവർ കോളേജ് ഓഫ് നഴ്സിംഗ് അങ്കമാലി, MGM MMC കോളേജ് ഓഫ് നഴ്സിംഗ് കോഴഞ്ചേരി, മിംസ് കോളേജ് ഓഫ് നഴ്സിംഗ് മലപ്പുറം, എടപ്പാൾ ഹോസ്പിറ്റൽസ് നഴ്സിംഗ് കോളേജ്, ഗവൺമെൻറ് കോളേജ് ഓഫ് നഴ്സിംഗ് കാസർഗോഡ്, കോളേജ് ഓഫ് നഴ്സിംഗ് തലശ്ശേരി കണ്ണൂർ, നൈറ്റിംഗേൾ കോളേജ് ഓഫ് നഴ്സിംഗ് ട്രിവാൻഡ്രം, പുഷ്പഗിരി കോളേജ് ഓഫ് നഴ്സിംഗ് തിരുവല്ല, വള്ളുവനാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് സയൻസ് ഒറ്റപ്പാലം, ഗവൺമെൻറ് കോളേജ് ഓഫ് നഴ്സിംഗ് ഇടുക്കി, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് എഡ്യൂക്കേഷൻ സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഇടുക്കി, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് എഡ്യൂക്കേഷൻ പുതുപ്പള്ളി കോട്ടയം, നജത് കോളേജ് ഓഫ് നഴ്സിംഗ് ആലപ്പുഴ, നജത് കോളേജ് ഓഫ് നഴ്സിംഗ് ആലുവ, NS മെമ്മോറിയൽ കോളേജ് ഓഫ് നഴ്സിംഗ് കൊല്ലം. അപ്പോൾ ഈ ഒരു ലിസ്റ്റ് നോക്കാനാണെങ്കിൽ ഇതിൽ ഗവൺമെൻറ് കോളേജസ് ആയിട്ട് വരുന്നത് കാസർഗോഡ്, ഇടുക്കി, ട്രിവാൻഡ്രം ഒക്കെയാണ്. അപ്പോൾ ട്രിവാൻഡ്രം നഴ്സിംഗ് കോളേജിൻ്റെ കാര്യം ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ കഴിഞ്ഞ തവണ പുതിയതായിട്ട് ടോട്ടൽ ഒരു 5 ഗവൺമെൻറ് കോളേജും കൂടെ തന്നെ പുതിയതായിട്ടൊരു എക്സ്ട്രാ ബാച്ച് ട്രിവാൻഡ്രം നഴ്സിംഗ് കോളേജിൽ ആഡ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പം എനിക്ക് തോന്നുന്നു ആ ഒരു ആഡ് ചെയ്ത എക്സ്ട്രാ ബാച്ചിൻ്റെ കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഗവൺമെൻറ് കോളേജ് ഓഫ് നഴ്സിംഗ് അനക്സ് ട്രിവാൻഡ്രം എന്ന്. സോ ട്രിവാൻഡ്രത്തുള്ള നഴ്സിംഗ് കോളേജ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു പ്രാക്ടിക്കൽ എക്സ്പോഷർ കിട്ടും. സോ ട്രിവാൻഡ്രം ചൂസ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ അത് തന്നെ ആയിരിക്കും. പിന്നെ കഴിഞ്ഞ തവണ പുതിയതായിട്ട് വന്നിട്ടുള്ള നഴ്സിംഗ് കോളേജസ് ആയിട്ടുള്ള ഇടുക്കി, കാസർഗോഡൊക്കെയാണ് ലിസ്റ്റിലുള്ളത്. സോ അപ്പോൾ അവിടെ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉള്ളവരെ പഠിക്കുന്നവരോടൊക്കെ തിരക്കിയിട്ട് ചൂസ് ചെയ്യുക, ഇഷ്ടമുള്ളത് ഏതാണ് നല്ലതെന്നുള്ളത്. കഴിഞ്ഞ തവണ വന്നതായതുകൊണ്ട് നമുക്ക് ഏതാണ് ബെസ്റ്റ് എന്നുള്ള കാര്യത്തിലൊന്നും ഐഡിയ തീരെ ഇല്ല. പിന്നെ വരുന്നത് സിമെറ്റിൻ്റെ കോളേജസ് ആണ്. സിമെറ്റിൻ്റെ ഇപ്പം ട്രിവാൻഡ്രത്ത് മെയിനായിട്ട് 3 സിമെറ്റ് കോളേജുകളാണുള്ളത്. ഒരെണ്ണം ഞാൻ പഠിക്കുന്ന മുട്ടത്തറ ട്രിവാൻഡ്രം, പിന്നെ പുതിയതായിട്ട് 2 വന്നത്, ഒന്ന് നെയ്യാറ്റിൻകര, ഒന്ന് വർക്കല. രണ്ടിടത്തും കുഴപ്പമൊന്നുമില്ല, പ്രാക്ടിക്കൽസൊക്കെ നന്നായിട്ട് കിട്ടുന്നുണ്ട്. വർക്കലയിൽ എൻ്റെ ഒരു ഫ്രണ്ട് പഠിക്കുന്നുണ്ട്. അപ്പം എല്ലാം ഓക്കെ ആണെന്നാണ് അവൾ പറഞ്ഞത്. അപ്പം അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അവിടെ പഠിക്കുന്നവരോടൊക്കെ തിരക്കിയിട്ട് ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ CPASൻ്റെ കുറച്ച് കോളേജുകൾ വന്നിട്ടുണ്ട്, ഈ സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ അങ്ങനെ വരുന്നതാണ് CPASൻ്റെ കോളേജുകൾ. സോ അതും നല്ലത് ചൂസ് ചെയ്യുക. പിന്നെ പ്രൈവറ്റ് കോളേജിലോട്ട് വരുമ്പോഴത്തേക്ക് പുഷ്പഗിരി കോളേജ് ഓഫ് നഴ്സിംഗ് വൺ ഓഫ് ദ ബെസ്റ്റ് നഴ്സിംഗ് കോളേജാണ്. പിന്നെ കൊല്ലത്തുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് നഴ്സിംഗ് കോളേജാണ് NS മെമ്മോറിയൽ കോളേജ് ഓഫ് നഴ്സിംഗ്. ഞാൻ അവിടെ ആയിരുന്നു 3rd അലോട്ട്മെൻറ്റിൽ എനിക്ക് അവിടെയാണ് കിട്ടിയത്. ഞാൻ അവിടെ പോയി അഡ്മിഷൻ എടുത്ത് അതിന് ശേഷമാണ് സിമെറ്റ് കോളേജ് ഓഫ് നഴ്സിംഗ് മുട്ടത്തറയിലോട്ട് മാറിയത്. സോ അത് വൺ ഓഫ് ദ നല്ല ഓപ്ഷൻ ആയിരിക്കും ചൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ അടുത്തതായിട്ട് വേളാങ്കണ്ണി മാതാ കോളേജ് ഓഫ് നഴ്സിംഗ് കോട്ടയം, സെൻറ്റ് ജോൺസ് കോളേജ് ഓഫ് നഴ്സിംഗ് ഇടുക്കി, സെൻറ്റ് തോമസ് കോളേജ് ഓഫ് നഴ്സിംഗ് ചങ്ങനാശ്ശേരി, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് എഡ്യൂക്കേഷൻ എറണാകുളം, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗ് എഡ്യൂക്കേഷൻ പാല കോട്ടയം, ശ്രീ ആഞ്ജനേയ കോളേജ് ഓഫ് നഴ്സിംഗ് കോഴിക്കോട്, ശ്രീ ശാരദ കോളേജ് ഓഫ് നഴ്സിംഗ് ശാസ്തമംഗലം, അമല കോളേജ് ഓഫ് നഴ്സിംഗ് തൃശ്ശൂർ, PCF കോളേജ് ഓഫ് നഴ്സിംഗ് വൈക്കം, ധനലക്ഷ്മി കോളേജ് ഓഫ് നഴ്സിംഗ് കണ്ണൂർ. അപ്പം ഈ ഒരു ലിസ്റ്റിൽ ബെസ്റ്റായിട്ട് വരുന്നൊരു നഴ്സിംഗ് കോളേജാണ് അമല നഴ്സിംഗ് കോളേജ് തൃശ്ശൂർ. അടുത്തായിട്ട് CPASൻ്റെ 2 കോളേജുകൾ വരുന്നുണ്ട്, എറണാകുളത്തും കോട്ടയത്തുമായിട്ട്. സോ അതും നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. അപ്പോൾ കുഹാസിൻ്റെ സൈറ്റിൽ 2024 അഫിലിയേഷൻ കിട്ടിയ 156 കോളേജിൻ്റെ ലിസ്റ്റാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ ഇതിൽ ഇനിയും കോളേജുകൾ ആഡ് ഓൺ ചെയ്യാനുള്ള സാധ്യതകൾ ഉറപ്പായിട്ടുണ്ട്. ബിക്കോസ് നമ്മുടെ അലോട്ട്മെൻറ്റ് LBS വഴി സ്റ്റാർട്ട് ചെയ്താൽ പോലും ഇടയ്ക്കൂടെയൊക്കെ വീണ്ടും അപ്രൂവലൊക്കെ കിട്ടി വരുന്നതായിട്ട് കഴിഞ്ഞ തവണ കുറേ തവണ കണ്ടിട്ടുണ്ട്. സോ ഇതിൽ നമ്മൾ കാണാത്ത കോളേജ് ഉണ്ടല്ലോ എന്നൊന്നും പറഞ്ഞ് ആരും വിഷമിക്കുകയൊന്നും വേണ്ട, ഉറപ്പായിട്ടും അതൊക്കെ വരുന്നതായിരിക്കും. സമയമെടുക്കും, ചിലപ്പോൾ അവർ അപ്രൂവലിനൊക്കെ കൊടുത്തിട്ടൊക്കെ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ അതൊക്കെ അപ്രൂവായി വരാനായിട്ട് ടൈം എടുക്കും. പിന്നെ ഒരു കാര്യം, അപ്രൂവായി വന്നോ ഇല്ലയോ എന്ന് നോക്കിയിട്ട് മാത്രം അഡ്മിഷൻ എടുക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ ഒരു 156 കോളേജിനായിരിക്കണം ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. എന്നിട്ട് മാത്രമേ ഇതിൻ്റെ പുറത്ത് ഏതെങ്കിലും കോളേജ് ഉണ്ടെങ്കിൽ കൊടുക്കാവൂ. ബിക്കോസ് മസ്റ്റായിട്ടും കേരളത്തിൽ പഠിക്കുന്നുണ്ടെങ്കിൽ ഹുവാസിൻ്റെ അംഗീകാരമുള്ള കോളേജിൽ പഠിച്ചിരിക്കണം BSc നഴ്സിംഗ്. അതിലൊരു ഡൗട്ടും വേണ്ട. INCയുടെ ലിസ്റ്റിൽ ഇപ്പം ഇതിൽ പല കോളേജുകളും ഇല്ല, പക്ഷെ മേ ബി അത് ആഡ് ഓൺ ആവുന്നതായിരിക്കും ടൈം എടുക്കുന്നതനുസരിച്ച്. സോ മസ്റ്റായിട്ടും ഈ ഒരു കുഹാസിൻ്റെ ലിസ്റ്റിലുള്ള കോളേജുകൾ ചൂസ് ചെയ്യുന്നത് ഉറപ്പിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഹാസിൻ്റെ ലിസ്റ്റിൽ ഇല്ലാത്ത പുറത്തു നിന്നുള്ളൊരു കോളേജ് ഒരിക്കലും ചൂസ് ചെയ്യരുത്. ഇപ്പം ചിലപ്പം കുറച്ചൊക്കെ ആഡ് ചെയ്യാൻ വൈകുന്നുണ്ടാവും. അപ്പോൾ ആഡ് ചെയ്തതിന് ശേഷം മാത്രം അവയൊക്കെ ചൂസ് ചെയ്യുക, അതുവരെ ചൂസ് ചെയ്യരുത്. പിന്നെ ഈ ഒരു കോളേജുകളെല്ലാം ചിലപ്പം ആദ്യത്തെ അലോട്ട്മെൻറ്റ് മുതലേ ഓപ്ഷൻ വെക്കുന്നതിനകത്ത് കാണണമെന്നില്ല. അതൊന്നും ആലോചിച്ചിട്ട് ആരും ടെൻഷനൊന്നും ആവേണ്ട. എന്തായാലും അത് ഇപ്പം 2nd അലോട്ട്മെൻറ്റ് 3rd അലോട്ട്മെൻറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കത് ആഡ് ചെയ്ത് വരുന്നതായിരിക്കും. സോ
എല്ലാവരും അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഓപ്ഷൻ വെച്ച് നമ്മൾ കോളേജൊക്കെ ചൂസ് ചെയ്യുന്ന സമയത്ത് എല്ലാവരും ഒന്ന് ഇപ്പം നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുന്ന ടൈമില്ലേ, അപ്പം ഫ്രണ്ട്സിനോടോ അല്ലെങ്കിൽ അവിടെ പഠിക്കുന്നവരോടൊക്കെ ഒന്ന് തിരക്കി നോക്കുക. ക്ലാസ്സൊക്കെ എങ്ങനെയുണ്ട്, അത്യാവശ്യം ഭയങ്കര സ്ട്രിക്റ്റ് ആണോ, നമുക്ക് പറ്റുമോ, ഒപ്പം തന്നെ നല്ല പ്രാക്ടിക്കൽസ് കിട്ടുന്നുണ്ടോ. BSc നഴ്സിംഗ് കോഴ്സാണ്, സോ പ്രാക്ടിക്കലിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ എല്ലാവരും അതൊക്കെ ഒന്ന് ഈ ഫ്രീ ആയിട്ടിരിക്കുന്ന ടൈമിൽ എല്ലാവരോടും ഒന്ന് ചോദിച്ച് ക്ലിയർ ചെയ്തിട്ടൊക്കെ കോളേജുകൾ ചൂസ് ചെയ്യുക. അപ്പം നമ്മൾ വരുന്ന അപ്ഡേറ്റ്സൊക്കെ പരമാവധി അറിയിക്കുന്നതായിരിക്കും. ഫ്രീ ആയിട്ടുള്ളൊരു ടൈമിലാണ് വീഡിയോസൊക്കെ ചെയ്യുന്നത്. ഇത് തന്നെ ഒരു ഉച്ചയ്ക്ക് ഒരു 1 hour ബ്രേക്ക് ഉണ്ട്, ആ സമയത്ത് റെക്കോർഡ് ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ബിക്കോസ് അവർക്കും ഇതുപോലത്തെ കാര്യങ്ങളൊന്നും അറിയാതിരിക്കുന്നുണ്ടാവും. അവരിതൊന്നും അറിയാതെ ഏതെങ്കിലും അംഗീകാരം ഇല്ലാത്ത കോളേജിലൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവത്തില്ലേ. സോ അവർക്കും കൂടെ ഈ ഒരു അറിവ് എത്തിച്ചു കൊടുക്കുക. അപ്പോൾ എനിക്ക് ഒരുപാട് മെസ്സേജസ് ഇൻസ്റ്റയിൽ വന്ന് കിടപ്പുണ്ട്. ഇതുവരെ ഒരു തവണ പോലും റിപ്ലൈ തരാത്ത ആരുമില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷേ ഒരുപാട് മെസ്സേജസ് പെൻഡിങ് ആണ്, ഇഷ്ടം പോലെ മെസ്സേജസ് ഉണ്ട്. സോ അതുകൊണ്ടാണ് റിപ്ലൈ തരാൻ വൈകുന്നത്. ഇൻബോക്സിൽ തന്നെ ഇഷ്ടം പോലെ ഒരു തവണ റിപ്ലൈ കൊടുത്തവർ തന്നെ വീണ്ടും കുറേ പേര് തിരിച്ച് റിപ്ലൈ ഒക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ അതൊന്നും നോക്കാനുള്ളൊരു ടൈം എനിക്ക് ഭയങ്കരമായിട്ട് കുറവാണ്. ക്ലാസ്സും പ്രാക്ടിക്കൽസും അതിൻ്റെ കൂടെ അസൈൻമെൻറ്റ് സെമിനാർ എല്ലാം ആയിട്ട് ഇങ്ങനെ പോവുകയാണ്. അതിൻ്റെ ഇടയിൽ ടൈം ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യണത്. അപ്പം എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പതുക്കെ ആയാലും നമ്മൾ റിപ്ലൈ തരാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചധികം മെസ്സേജസ് ഇടുക, അപ്പോൾ മുകളിൽ വന്ന് കിടക്കും. അപ്പോൾ ഒന്ന് എടുത്ത് എന്തായാലും നോക്കുന്നതായിരിക്കും. അപ്പം അല്ലെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കമൻസൊക്കെ മാക്സിമം ഇപ്പം റിപ്ലൈ കൊടുക്കുന്നുണ്ട്. ഇൻസ്റ്റയിൽ ഇത്രയും ഒരു ഇഷ്ടംപോലെ മെസ്സേജ് ആയതുകൊണ്ടാണ് ഇപ്പോൾ അതിലൊരു പെൻഡിങ് വന്നത്. യൂട്യൂബിൽ പക്ഷേ എന്നാലും റിപ്ലൈ എല്ലാം ഇപ്പോൾ ചെയ്യാറുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് കാണാം. ബൈ.